ലക്ഷ്മി, ഏ? എന്താ ചേട്ടാ? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുന്നു. എന്താ കാര്യം? എന്നിവിടെ വരുന്ന ആ താടിക്കാരൻ ആരാണ്? താടിക്കാരനോ? ഇതാര് പറഞ്ഞു? ആരെങ്കിലും ആകട്ടെ, എന്റെ കടം വീട്ടിയത് അവനാണ്. ഇന്ന് വസ്ത്രങ്ങൾ കൊണ്ടുതന്നതും അവനാണ്. ആരാണവൻ? അത് അത് എനിക്കറിയില്ല.
Come in. ഈ വഞ്ചകി നിന്നെ ഞാൻ നീയും ഞാനുമായി ഇനി യാതൊരു ബന്ധവുമില്ല. ചേട്ടാ, സോമ, നമ്മൾ മൊലാലി മയ്യത്തേക്ക് പോയി. എപ്പോ? ഒരമണിക്കൂറേ കാണും. സോമൻ, ദുഃഖം എന്റെ കൂടെ പിറപ്പാണ്. പക്ഷെ അനാഥയായ എന്റെ മനസ്സ് ഇപ്പൊ വേദനിക്കുന്നത് നിങ്ങളുടെ കഥ കേട്ടിട്ടാണ്. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചെന്നെ തീരണ്ടേ? ഏതായാലും ഞാനൊരു പുതിയ പാഠം പഠിച്ചു. ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും പൊള്ളയാണെന്ന്. നിങ്ങൾ ലക്ഷ്മിയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? ഒരു കൊച്ചു പിണക്കം പോലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ദയവ് ചെയ്ത് അതേക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കാതിരിക്കൂ. ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ്. ക്ഷമിക്കൂ, ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ്. എന്താ? ബാബുവിനെ നോക്കുന്ന കാര്യം ഇപ്പോഴൊരു ബുദ്ധിമുട്ടായി വന്നിരിക്കുകയല്ലേ? വിരോധമില്ലെങ്കിൽ അവൻ ഇവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. ആ നല്ല മനസ്സിന് നന്ദി. പക്ഷേ അവൻ എന്റെ കൂടെ കഴിയുന്നതാണ് നല്ലത്. എനിക്കൊരു കൂട്ടായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാ. ഏതായാലും ഇപ്പൊ വേണ്ട, പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം. ഇനി കമ്പനി കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അതോർത്ത് വിഷമിക്കണ്ട. കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ വരട്ടെ. വാടാ മോനെ. സാർ, എന്റെ വൈഫ് പുറത്തേക്ക് പോകുന്നുണ്ടോ? എന്റെ വൈഫ് മാത്രമല്ല, ആ സിക്കുകാരനും അയാളുടെ പെണ്ണും എല്ലാവരും കൂടി ഒരു ടാക്സിയിലാണ് പോയത്. നേരോ? അതേടോ, വേണാട് എക്സ്പ്രസിന്റെ സമയവും ചോദിച്ചിട്ടാണ് പോയത്. സലീം നിന്നെ ഏത് പാടാ പഠിപ്പിച്ചേ? കൊരങ്ങൻ തടിയന്റെ വാങ്ങിട്ട കഥ ബാബു എന്താ പഠിച്ചത്? സീതാദേവി കൊണ്ടുവരാൻ ഹനുമാൻ ലങ്കയ്ക്ക് പോയ കഥ നല്ല കഥയാണ്. പിന്നെ ഹനുമാനും കൊരങ്ങ അല്ലിടമ്മ. ഹനുമാൻ മനുഷ്യനോ? അല്ല, ഹനുമാൻ കൊരങ്ങ. മനുഷ്യനോ? കൊരങ്ങ മനുഷ്യനോ? എന്താണ് നിങ്ങൾ കഴി? എന്താണ് എന്റെ തർക്കം? എന്താണിത്? അപ്പൊ ഹനുമാൻ മനുഷ്യനല്ലേ? അല്ല, ഹനുമാൻ കൊരങ്ങല്ലേ? ആരാണ് അതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്? ഹനുമാൻ മനുഷ്യനുമല്ല, മൃഗവുമല്ല, സാക്ഷാൽ പക്ഷി. ആകാശത്ത് കൂടെ പറക്കണ വലിയ കൊച്ചി. മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായില്ലേ? ആ കുത്തിനെ പഠിച്ചോളി, കുത്തിരിക്കട്ടോ. ഇവിടെ വെളിച്ചെണ്ണക്ക് വില ഇറക്കുന്നത് അപ്പോഴാണ് ഹനുമാന്റെയും സുലൈമാന്റെയും കഥ.